ഹായ് പറഞ്ഞു. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നില്ലേ, നമ്മളിതേ മോൻ്റെ മുടി വെട്ടാൻ വേണ്ടി പോവാണ്. മോൻ്റെ മുടിയെല്ലാം നല്ലതായിട്ട് നീണ്ടിട്ടുണ്ട്. അപ്പം ഇതിപ്പം കുറച്ച് വെട്ടിയിട്ട് 1 മാസം അടുത്തായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പോയി മുടി വെട്ടിച്ചേക്കാമെന്ന് ഓർത്തു. ഇവന് മുടി നീണ്ടു കഴിയുമ്പോഴത്തേനും ഫുൾ ഇങ്ങനെ ചുരുണ്ട് വരും. അപ്പോൾ ആകെപ്പാടെ ഒരു മുഖത്തിനൊക്കെ ആകെപ്പാടെ ഒരു ഡൾനെസ്സാണ്. അപ്പോഴത്തേന് നമ്മൾ മുടി വെട്ടാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങളിത് അവിടെ ചെന്നിട്ടുണ്ട്. പപ്പ കാറ് വാഷ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പോയി. അപ്പോൾ പപ്പായെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുവാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. എന്നാൽ സമയം പോകാൻ വേണ്ടി ഞാനും അവനോടും കയറി ഇരുന്ന് ഊഞ്ഞാലാടുവാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് 100 സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. പപ്പ എവിടെ പോയി, എന്തിനു പോയതാ, കാർ എന്തിനാണ് കഴുകുന്നത്, കാർ എപ്പം കിട്ടും, നമ്മുടെ കാറാണോ കഴുകുന്നത്, ആരാ കഴുകുന്നത്, എങ്ങനെയാണ് കഴുകുന്നത്, ഫുൾ ഡൗട്ടാണ്. ഡൗട്ടെല്ലാം ചോദിച്ച് അതിന് ഉത്തരം പറഞ്ഞു തരുമ്പോൾ നമ്മൾ മടുക്കും, നമുക്ക് ദേഷ്യം വരും. എനിക്കൊന്ന് പിള്ളേരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഒരു കാര്യം ഒരു 50 പ്രാവശ്യമെങ്കിലും ചോദിക്കും. അങ്ങനെ അതിനോട് ചോദിക്കുന്നതിനെല്ലാം ഞാൻ ഉത്തരം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കും പുള്ളി പാട്ടൊക്കെ പാടുന്നുണ്ട്. അവൻ്റെ പാട്ടൊന്ന് കേട്ടിട്ട് വാ. അങ്ങനെ പഠിക്കോ. ഊഞ്ഞാല് പൊട്ടിപ്പോയി, മുട്ടയിട്ടു, നല്ല എന്നത് ഇല്ല പൊന്നെ, ഇവിടെ മേളിൽ ഇതുണ്ട്, ഇങ്ങോട്ട് വീഴത്തില്ല. അങ്ങനെ അച്ചാച്ചൻ കാറെല്ലാം കൊടുത്തിട്ട് വന്നപ്പോഴത്തേനത് ഞങ്ങൾ മുകളിലോട്ട് കയറുവാണ്. അപ്പോൾ മെൻസിൻ്റെ സലൂണിലാണ് കൊച്ചിൻ്റെ വെട്ടിക്കുന്നത്. അച്ചാച്ചൻ്റെ അവിടെ തന്നെയാണ്. അപ്പം ഞാൻ പോകത്തില്ലായിരുന്നു. ഇവൻ അച്ചാച്ചൻ്റെ കൂടെ പോകത്തില്ല, മടിയാണ്. എൻ്റെ കൂടെ ഞാൻ ചെല്ലാൻ പറഞ്ഞ് ബഹളം വെക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ പോയത്. അപ്പോൾ ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല, ഇരുന്നോളും. പണ്ട് ചെറുപ്പത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. തീരെ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കിന് എൻ്റെ മടിയിലിരുന്നേ വെട്ടത്തുള്ളൂ. കരച്ചിലും ബഹളവും ആകെപ്പാടെ പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ലാതെ പുള്ളി ഇരിക്കും. അങ്ങനെ ദേ മുടി വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും 2 സൈഡ് നിൽപ്പുമുണ്ട്. ആൾ കുഴപ്പമൊന്നുമില്ലാതെ ഇരുന്ന് മുടിയെല്ലാം വെട്ടിയിട്ടുണ്ട്. പുള്ളിക്ക് ഈ ട്രിമ്മർ ഇങ്ങനെ വെക്കുമ്പോഴത്തേനും അതിൻ്റെ ഒരു വൈബ്രേഷൻ വന്നിട്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അപ്പോഴത്തേനും തലപയ്യ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെട്ടിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 2 സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. പുള്ളിക്ക് ആപ്പാടെ ഒരു ഇറിറ്റേഷനാണ് ട്രിമ്മറിൻ്റെ ഒരു വൈബ്രേഷൻ വരുമ്പോഴത്തേക്കിന്. ഇതെന്തോ 1 സൈഡോ അങ്ങനെ എന്തോ ആണ് അടിച്ചിരിക്കുന്നത്. എനിക്ക് എൻ്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല, അതൊക്കെ പപ്പാടെ സെക്ഷനാണ്. അപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുക്കും, ഇതുപോലെ ചെയ്യണമെന്ന് പറയും, അതുപോലെ ചെയ്യും. എന്നാ ചെയ്താലും ഇതൊക്കെ കുളിക്കുന്ന നേരത്തേക്കേ ഉള്ളൂ. കുളിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും പഴയ ഹെയർ സ്റ്റൈലിലോട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞതേ മുടുക്കനായിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു, പുള്ളിക്കും ഇഷ്ടപ്പെട്ടു. ദേ കണ്ടല്ലോ, പുള്ളി ഹാപ്പിയാണ്. അപ്പം ഞങ്ങൾ ഇനിയിപ്പം അവിടെ ഒരു സൈഡിൽ പ്ലേ ഏരിയ ഉണ്ട്. ഞാനും മോനോടെ അങ്ങോട്ട് പോകും. ഇനി അച്ചാച്ചൻ എല്ലാം ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അത്രയും നേരം ഞങ്ങൾ അവിടെ പോയിരുന്ന് മോൻ്റെ കൂടെ അവിടെ ബോളൊക്കെ കളിക്കും. അങ്ങനെ ദേ അവൻ എന്തൊക്കെയോ എടുത്ത് കളിക്കുന്നുണ്ട്. ദേ എന്നെ കാണിച്ചു തരുവാണ്, അമ്മേ ദേ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ഇതൊക്കെ ഈ ഫോണിലും ടി വിയിലും ഒക്കെ കാണുന്നതാണ് കേട്ടോ, അല്ലാതെ ഇവന് അറിയത്തില്ല. കണ്ടോ, ഇങ്ങനെ ചെയ്യണം അമ്മ, അങ്ങനെ ചെയ്യണം അമ്മ എന്നൊക്കെ എനിക്ക് പറഞ്ഞു തരുവാണ്. അമ്മ ചെയ്തേ ഇതുപോലെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ ബോളൊക്കെ ഉണ്ട്. ദേ പുള്ളി അതൊക്കെ ആയിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് കളിക്കും. പപ്പ വരുന്നിടം വരെ ഞങ്ങളുടെ പരിപാടി ഇനി ഇതൊക്കെ ആയിരിക്കും. ബോൾ കളിച്ച് ബോറടിച്ചപ്പോൾ ഞങ്ങൾ താഴത്തെ ഊഞ്ഞാലിൻ്റെ അടുത്തോട്ട് പോയി. ദേ ഇത് മോൻ എനിക്ക് എടുത്തു തന്ന വീഡിയോ കേട്ടോ. അമ്മ ദേ അവിടെ കൈ പിടിച്ചിരുന്ന് ഊഞ്ഞാലാട്, ടുട്ടു വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവൻ തന്നെ എടുത്തു തന്നാണ്. പകുതിയും തറയാണ് കാണുന്നത്. എന്നാലും അത് കഴിഞ്ഞ് ദേ ടുട്ടുവിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അവനും ദേ അവിടെ ഊഞ്ഞാല കയറി ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മോൻ്റെ ഹെയർ കട്ട് ഇഷ്ടമായെങ്കിൽ പറയണം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.